പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇടുക്കിയിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള പുതിയ പദ്ധതികളുമായി ജില്ലാ ഭരണകൂടം. ഇടുക്കി ഡിസാസ്റ്റർ റെസിലിയൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയുടെ പരീക്ഷണം ഈ വർഷം ആരംഭിക്കും. AI അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരിക്കും മുന്നറിയിപ്പ് നൽകുക. മഴക്കാലത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഇടുക്കിയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ തടയുന്നതിനായാണ് ഇഡ്രിസ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും മഴയുടെ അളവ്, മണ്ണിന്റെ ഘടന, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അണക്കെട്ടുകളിലെ ജലനിരപ്പ് തുടങ്ങിയവയൊക്കെ വിലയിരുത്തിയാണ് മുന്നറിയിപ്പ് നൽകുക. അണക്കെട്ടിലെ ജലനിരപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇപ്പോൾ എത്തുന്നുണ്ട്. മഴയുടെ അളവ് കിട്ടാൻ 200 മഴമാപനികളുമുണ്ട്. ഇനി 15 സ്ഥലങ്ങളിൽ കൂടി ഇത് സ്ഥാപിക്കും. 46 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സെൻസറുകളുണ്ട്. ഇൻക്ലിനോമീറ്ററുകൾ, പൈസോമീറ്ററുകൾ, മഴമാപനികൾ, മണ്ണിന്റെ ഈർപ്പനില സെൻസറുകൾ എന്നിവ കൂടി സ്ഥാപിക്കും. 48 നദീ ജലനിരപ്പ് ഗേജുകളും ഉണ്ടാകും. ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ GPS പ്ലാറ്റ്ഫോമിലേക്കാണ് തത്സമയം എത്തുക. ഇവ വിശകലനം ചെയ്ത് ഓട്ടോമാറ്റിക്കായി പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാവും രീതി. ജില്ലയിൽ 15 ഡാംസ് ഉണ്ട്. 15 ഡാംസും കണക്റ്റഡ് ആണ്. നമുക്ക് ഇവിടെ ഡാമിൽ തുറന്നു വിട്ടാൽ താഴത്തേക്ക് വെള്ളം കയറും. മുള്ളിപ്പെരിയാർ തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം. സോ അത് മാനേജ്മെൻറ്റും പ്രോപ്പറായിരിക്കും. സോ ഇതിനു മുന്നേ എത്ര മഴ വന്നിട്ട് ഇത്ര ദിവസം കണ്ടിന്യൂസ്ലി മഴ വന്നിട്ടാണ് നമുക്ക് ഡാം തുറക്കേണ്ട സാഹചര്യം വന്നോ എന്നുള്ളത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് ഫീഡ് ചെയ്തിരിക്കും. സോ ഓൾറെഡി ആ സിസ്റ്റം ട്രെയിൻ ആയിരിക്കും. സോ സിസ്റ്റമിൻ്റെ നമുക്ക് കളർ വരും. ദിസ് ഇസ് സിമിലർ ടു ആൻ ഈവൻറ്റ് വിച്ച് അക്കേർഡ് ലൈക്ക് 3 years ബാക്ക്. സോ നമുക്ക് ചിലപ്പോൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ. സോ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ താഴെയുള്ള ആൾക്കാർ റെഡിയാവും. നമുക്ക് താഴെയുള്ള ഡാമും ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഡാമും ഫുള്ളായിരിക്കും ക്യാച്ച്മെൻറ്റ് ഏരിയനോട് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് ഓഫ് ഡാംസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണം, എങ്ങനെയാണ് ആൾക്കാരെ അറിയിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതിനായി 350 സെൻസറുകൾ സ്ഥാപിക്കും. മൊബൈൽ നമ്പറുകളിലേക്ക് ഫോൺ വിളികളായും വാട്സപ്പ് വഴിയും സന്ദേശമെത്തും. ഡാമുകൾ തുറക്കേണ്ടി വന്നാൽ മുൻകാലത്തെ മഴയും നീരൊഴുക്കുമായി താരതമ്യം ചെയ്ത് മുന്നറിയിപ്പ് ലഭിക്കും. വന്യമൃഗാക്രമണം തടയാനും ഇത് ഉപയോഗപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിൽ കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള അടിമാലി, രാജാക്കാട് എന്നിവിടങ്ങളിലായാണ് ആദ്യഘട്ട പരീക്ഷണം നടത്തുക. ജനം, ഇടുക്കി.